മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ഷാനവാസും അക്ബറും പരസ്പരം എല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ്. രണ്ടുപേരും പൊട്ടിക്കരയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്കും ഒരു സങ്കടം തോന്നിപ്പോകും. ആ രീതിക്കുള്ള കുറച്ച് സീനുകളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്ന അന്നു മുതൽ രണ്ടുപേരും എതിർവശങ്ങളിലാണ്. പരസ്പരം ടാർഗറ്റ് ചെയ്യുകയും ട്രിഗർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പലതവണയും ഇവർ തമ്മിൽ വഴക്കുകളുണ്ടായി. അത് ഫിസിക്കൽ അസാൾട്ട് വരെ പോയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സംഭവത്തെ തുടർന്നാണ് ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് എല്ലാവർക്കുമായി കൊടുത്തിരിക്കുന്നത്. ഇനി അത്തരത്തിലൊരു കാര്യം സംഭവിച്ചാൽ മുന്നറിയിപ്പില്ലാതെ എവിക്റ്റ് ചെയ്യുമെന്ന്. എന്തായാലും ഇപ്പോൾ ഒരു പേമാരി പെയ്തിറങ്ങിയതുപോലെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചെല്ലാം തീർത്തിരിക്കുകയാണ്. എതിർവശത്ത് നിൽക്കുന്നവൻ്റെ ഉള്ളറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പലരും പണ്ട് പറയാറുണ്ട്. അത്രമേ ഉള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. പേഴ്സണൽ ലൈഫ് സംസാരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിലുള്ള ആ വഴക്ക് അവിടെ തീരുകയാണ്. നമ്മുടെ ഷാനവാസാണ് ഷാനവാസിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഷാനവാസിന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ മെഡിസിൻ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിൻ്റെ വൈഫൊക്കെ സംസാരിക്കുന്നത് കണ്ടതാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഷാനവാസ് അക്ബറിനോട് പറയുന്നത്, ബാപ്പ ഈ സെയിം ഏജിലാണ് പോയത്, ഉമ്മച്ചിയും ഇങ്ങനെ തന്നെയാണ് പോയതെന്ന്. ഉമ്മച്ചിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഷാനവാസ് പൊട്ടിക്കരയുന്നു, കൂടെ അക്ബറും. ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണല്ലോ, അത് തന്നെയാണ് അക്ബർ എന്ന് പറയുന്നത്. ഉമ്മയുടെ കാര്യം പറയുമ്പോൾ ആരാണേലും കരഞ്ഞു പോകുമെന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്യുന്നു. നമ്മുടെ അക്ബർ മാപ്പ് ചോദിക്കുന്നുണ്ട്. അതിന് ഷാനവാസം പോട്ടടാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ആ മാപ്പ് പറച്ചിൽ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. എന്തായാലും എല്ലാവരുടെയും മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.